നമസ്കാരം. സുന്ദരനായ കർക്കശക്കാരൻ, അതാണ് മോദി. വെറും മോദിയല്ല, ഇന്ത്യയുടെ ഭരണം കൈയാളുന്ന സാക്ഷാൽ നരേന്ദ്രമോദി. മോദിയെ പതപ്പിക്കാൻ നോക്കിയത് ആരെന്നറിയണ്ടേ? മറ്റാരുമല്ല, സമയാസമയം ഇന്ത്യക്കിട്ട് എങ്ങനെ പണിയാമെന്ന് കൂട്ടിയും കിഴിച്ചും നടക്കുന്ന അമേരിക്കൻ ഞരമ്പ് രോഗിയായ ട്രംപ് തന്നെയാണ്. ഇന്ത്യക്ക് നേരെ എന്തു പ്രതിസന്ധി വന്നാലും അതെല്ലാം നെഞ്ചും വിരിച്ച് നേരിടാൻ മോദിക്കറിയാം. അതിനുള്ള സാമർഥ്യം മോദിയോളം മറ്റാർക്കും ഇല്ല. അതുകൊണ്ടാണ് മറ്റു രാജ്യക്കാർ പോലും മോദിയെ മാതൃകയാക്കാൻ തുനിയുന്നത്. എന്നാൽ ട്രംപിന്റെ നയം മറ്റൊന്നാണ്. നേരിട്ട് കാണുമ്പോൾ എന്താ ഒരു സ്നേഹം, എന്നാൽ ഇന്ത്യക്കിട്ട് എങ്ങനെയൊക്കെ പണിയാമെന്ന ചിന്തയിലാണ് ട്രംപിന്റെ നടപ്പ്. ഇന്ത്യൻ കുടിയേറ്റക്കാരിൽ തുടങ്ങിയ ട്രംപിന്റെ ഈ ഏനക്കേട് റഷ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നതിലും കുടിയേറ്റക്കാരുടെ ഓട്ടോമാറ്റിക് വിസ പുതുക്കൽ പണിവെച്ചതും കണ്ടതാണ്. പക്ഷേ എന്തൊക്കെ ചെയ്താലും തന്റെ ഒരു പണിയും ഏൽക്കില്ല എന്ന് കണ്ടപ്പോഴാണ് പതപ്പിക്കൽ നയവുമായി എത്തിയത്. ഈ പതപ്പിക്കൽ നടത്തുമ്പോഴും മോദി ആർക്കു മുന്നിലും നട്ടെല്ല് വളയ്ക്കാത്ത ധൈര്യത്തോടുള്ള കടുത്ത അസൂയയും ട്രംപിനുണ്ട്. ദക്ഷിണ കൊറിയയിലെ ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ബിസിനസ് നേതാക്കൾക്കായി നടത്തിയ ഉച്ചഭക്ഷണ വിരുന്നിൽ സംസാരിക്കവെയായിരുന്നു ട്രംപിന്റെ പ്രശംസ. ഇതിന് പിന്നാലെ ഈ വർഷം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിക്കാൻ താൻ വ്യക്തിപരമായി ഇടപെട്ടു എന്ന അവകാശവാദം, അതായത് ആ തള്ളൽ ട്രംപ് വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. രണ്ട് ആണവ രാഷ്ട്രങ്ങൾ പരസ്പരം പോരടിക്കുകയായിരുന്നുവെന്നും യുദ്ധം ചെയ്യാൻ അനുവദിക്കണമെന്ന് അവർ ആവർത്തിക്കുകയായിരുന്നു എന്നാണ് ട്രംപിന്റെ തള്ളിയങ്ങുള്ള വിടൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും സുന്ദരനായ വ്യക്തിയാണ്. അദ്ദേഹം അതേസമയം കടുപ്പക്കാരനുമാണ്. അതെ, മോദി കടുപ്പക്കാരൻ തന്നെയാണ്. അതിനൊരു മാറ്റവും വരില്ല. അതുകൊണ്ടാണ് ഇന്ത്യയെ തൊട്ട പാകിസ്ഥാനെ മൂക്കുകൊണ്ട് ശരിക്കും ഇച്ഛ വരപ്പിച്ചതും. പാകിസ്ഥാനെ അടപടലം തകർത്തു വാരിയത് കൊണ്ടായിരുന്നു ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്കും. സിന്ധു നദീ ജലകരാർ തുടങ്ങിയ പിടുത്തം ഒരു ഒന്നൊന്നര പിടുത്തത്തിലാണ് അവസാനിച്ചത്. അവസാനം ഇന്ത്യയുടെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞതോടെയാണ് പാകിസ്ഥാനോട് തൽക്കാലത്തേക്ക് ക്ഷമിക്കാൻ ഇന്ത്യ തയ്യാറായത്. യുഎസും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കരാറിൽ ഉടൻ ഒപ്പുവെക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള കരാർ ഒപ്പിടുന്ന സമയത്തിന്റെ കാര്യം മാത്രമാണ് തീരുമാനിക്കാനുള്ളതെന്നാണ് ട്രംപിന്റെ കൂട്ടിച്ചേർക്കലും. എന്തായാലും പ്രകീർത്തിച്ച് കാര്യം നേടാൻ ട്രംപിന്റെ കുബുദ്ധി ഇന്ത്യയിൽ വിലപ്പോവില്ല എന്നത് സത്യമായ കാര്യമാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച